ഹലോ ഗൈസ്. ഇന്ത്യ ഒട്ടാകെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണ് റെഡ് ഫ്ലാഗ്സ് ആൻഡ് റിസ്താസ്. ഇതാണ് ഈ ബുക്ക്. കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഹൈദരാബാദിലാണെങ്കിലും മുംബൈയിലാണെങ്കിലും ബാംഗ്ലൂരൊക്കെ ആണെങ്കിലും ഒട്ടുമിക്ക ബുക്ക് സ്റ്റോറുകളിലും സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഈ ബുക്ക് നല്ല ട്രെൻഡിങ് ആണ്. നമുക്ക് ഇന്ന് റെഡ് ഫ്ലാഗ്സ് ആൻഡ് റിസ്താസ് അനലൈസ് ചെയ്യാം. ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത് രാധിക അഗ്രവാളാണ്. ബുക്കിൻ്റെ ജോണർ എന്ന് പറയുന്നത് ദേശി റോം കോം ആണ്. ഈ ബുക്കിൻ്റെ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ബുക്കൊരു ട്രാഷ് ആണെന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാനിതിലൊരു 2.5/5 ആയിരിക്കും ഞാൻ ഈ ബുക്കിന് കൊടുക്കുക. പക്ഷേ എന്നാലും ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് റീഡ്. പിടിച്ചിരുത്തി വായിക്കാൻ പറ്റും. നല്ലൊരു ലവ് സ്റ്റോറിയൊക്കെയാണ്. എന്നിരുന്നാൽ കൂടി നമുക്ക് എവിടെയോ ഒരു മിസ്സിങ് തോന്നും ഈ ബുക്ക് വായിക്കുമ്പോൾ. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഈ കഥ ഡേറ്റിംഗ് ആപ്പിലൂടെ ഒരു നല്ലൊരു ബോയ് ഫ്രണ്ടിനെ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഈ സ്റ്റോറി. പക്ഷേ ഈ ബുക്ക് വായിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ശരിക്കും പറഞ്ഞാൽ ബോയ്സിനാണ്. നിങ്ങൾ ഡേറ്റിംഗ് ആപ്സ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജും, ഡേറ്റിംഗ് ആപ്പ് ആണെന്നില്ല, ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജുകളും അവരെങ്ങനെയാണ് കാണുന്നത്, അവർക്ക് അതിനായിട്ടുള്ള കൃത്യമായ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്. ഉദാഹരണം, ഇപ്പോൾ ഒരു ആൺകുട്ടി വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ ഇൻ ടിൻഡർ എന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്കറിയാം ഇവൻ്റെ ഉദ്ദേശം ശരിയല്ല. അപ്പോൾ ഇതുപോലെ കുറേ സ്റ്റീരിയോ ടൈപ്സ് അത് ബോയ്സിന് മനസ്സിലാവും. നേരത്തെ പറഞ്ഞ പോലെ ബോയ്സിന് വായിക്കാൻ പറ്റിയൊരു ബുക്കാണ്. ബോയ്സ് ഏതൊക്കെ പ്ലോട്ടിലാണ് റെഡ് ഫ്ലാഗ്സ് ആവുന്നത്, എങ്ങനെ ആക്റ്റീവാണ് ഗ്രീൻ ഫ്ലാഗ്സ് ആവുന്നത് എന്നുള്ളൊരു ചെറിയൊരു ധാരണ ഈ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പുകളിലൂടെ ഓൾമോസ്റ്റ് 150ഓളം പയ്യന്മാരെ ഡേറ്റ് ചെയ്തിട്ട് അവരുടെ കൂടെ ലഞ്ചിന് പോയി വൈകുന്നേരം വഴിക്ക് അവർ റിജക്റ്റ് ചെയ്ത് അങ്ങനെ നടന്നൊരു പെൺകുട്ടിയുടെ കഥയാണ്. ഈ കഥ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഡൽഹിയിലാണ്. ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടി കോളേജിൽ പഠിച്ചപ്പോൾ അപ്പോഴുണ്ടായ ഒരു ബ്രേക്കപ്പിന് ശേഷമാണ് ഈ ഒരു 157 ആൾക്കാർ ഡേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന കഥയാണത്. അപ്പോൾ ഒരു ബ്രേക്കപ്പിലൂടെ ഗേൾസ് കടന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്, അവരുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ. അത് കുറച്ചും കൂടി നല്ല രീതിക്ക് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ക്യാരക്ടറിന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവരുടെ ഇടയിലുള്ള ഡൈനാമിക്സ് അവരെല്ലാവരും ഷെയർ ചെയ്യുന്നത്, ഗേൾസിൻ്റെ ഇടയിലുള്ള ആ സിമ്പതി, അവരുടെ ഇടയിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഇതെല്ലാം ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഈ ബുക്കിൻ്റെ പ്രൈസ് വരുന്നത് 500 രൂപയാണ്. ഞാനൊരു സ്ട്രീറ്റ് വെണ്ടറിൻ്റെ നിന്നാണ് മേടിച്ചതുകൊണ്ട് എനിക്ക് 250 രൂപ കിട്ടി. ബുക്ക് റെക്കമെൻഡ് ചെയ്യുകയെന്ന് വെച്ചാൽ എൻ്റെ ഹോണസ്റ്റ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ ബുക്ക് എനിക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നിയില്ല. നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള തോന്നിയിട്ടുള്ള ബുക്സാണ് നമുക്ക് ഒട്ടുമിക്ക ഇഷ്ടമാവുക. ബുക്സ് ആണെങ്കിലും സിനിമയാണെങ്കിലും പാട്ടുകളാണെങ്കിലും. അപ്പോൾ ഈ കഥ നടക്കുന്നത് വേറെ സ്ഥലത്തായിട്ടും സ്റ്റോറി നമുക്ക് റിലേറ്റബിൾ അല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല. എന്നാലും ഒരു ഗുഡ് റീഡ് തന്നെയാണ്, റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൂ. അടുത്തൊരു ബുക്ക് റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.